Welcome to our channel. This is IC Accounts Study Corner in മലയാളം. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദിസ് ഇസ് പാർട്ട് 1 വീഡിയോ. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ആൻഡ് വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. Partnership is the relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ തമ്മിലുള്ള റിലേഷൻ. ഇൻ ദ റിലേഷൻ ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ്, എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി ആക്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ഒരാൾ നടത്തുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുടെ റിലേഷനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ സം പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദെയർ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ, എല്ലാവരും ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി ക്യാരി ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാം എന്ന് എഗ്രി ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. Then moving on to main features. പാർട്ട്ണർഷിപ്പിൻ്റെ മെയിൻ ഫീച്ചേഴ്സിൻ്റെ നമ്പർ 1 ആണ് 2 or more persons. രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് പാർട്ട്ണർഷിപ്പ്, പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 2 പേര് അല്ലെങ്കിൽ അതിലധികം പേര് ചേർന്നിട്ടുള്ളതാണ് പാർട്ട്ണർഷിപ്പ്. സോ ഇറ്റ്സ് മെയിൻ ഫീച്ചർ ഈസ് 2 or more persons. നമുക്ക് അതിൻ്റെ ആ ഡെഫിനിഷനിൽ നിന്ന്, ആ നെയിമിൽ നിന്ന് തന്നെ കിട്ടും 2 or more persons. നെക്സ്റ്റ് വൺ, എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻ്റെ പേരിലാണ് പാർട്ട്ണർഷിപ്പ് വരുന്നത്. ബിക്കോസ് നമുക്ക് ആ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ആണ്. അപ്പം ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ്. ദെൻ sharing of profits. The agreement between the partners must be aimed at sharing the profits of a business. നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്നുള്ളതാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ഏതൊരു കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പിൻ്റെയും ഇതിൻ്റെയും മോട്ടീവ് തന്നെ. അപ്പം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പാർട്ട്ണർഷിപ്പ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ പ്രോഫിറ്റ്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് എയിംസ് അറ്റ് ഷെയറിങ് ഓഫ് പ്രോഫിറ്റ്സ്. അത് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയും കൂടി ചെയ്യുന്നുണ്ട്. നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. എ പാർട്ണർഷിപ്പ് ഫേം ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ പറഞ്ഞതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിലായാലും ഫേമും പാർട്ട്നേഴ്സും തമ്മിൽ നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ്. രണ്ടും ഒരുപോലെ തന്നെയാണ്. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എക്സിസ്റ്റൻസോ സീലോ സ്റ്റാമ്പോ ഒന്നും തന്നെ പാർട്ട്ണർഷിപ്പിന് എക്സിസ്റ്റ് ആവുന്നില്ല. സോ ഇറ്റ് ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് പാർട്ട്നേഴ്സ്. Next, we are moving on to the partnership deed. Partnership deed is a written document which contains the terms of agreement is called partnership deed. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പം ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്. അതിൽ പാർട്ട്ണർഷിപ്പിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ടായിരിക്കും. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു ഡോക്യുമെൻ്റ്, ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇറ്റ് ഈസ് എൻ റിട്ടേൺ എഗ്രിമെൻറ്റ്. അതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫോളോയിങ് പോയിന്റ്സ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം, ഫേമിൻ്റെ നെയിമും അഡ്രസ്സും. സെക്കൻഡ് വൺ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും നെയിമും അഡ്രസ്സും. ദ ടൈപ്പ് ആൻഡ് നേച്ചർ ഓഫ് ദി ബിസിനസ് ദ ഫേം പർപ്പസ് ടു ഡു, എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ്, എന്ത് ടൈപ്പിൽ അല്ലെങ്കിൽ എന്ത് നേച്ചറിൽ, ഇപ്പോൾ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, പിന്നെ ഓരോ നേച്ചർ ഉണ്ടല്ലോ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അങ്ങനെ ഓരോ ടൈപ്പ് ആൻഡ് നേച്ചർ ഓഫ് ദി ബിസിനസ്, എന്താണ് ഫേം ചെയ്യാൻ പോകുന്നത്, പർപ്പസ് ഓഫ് ദി ഫേം, അത് മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഈച്ച് പാർട്ട്ണർ. ഈച്ച് പാർട്ട്ണറും എത്ര ക്യാപിറ്റലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നതിൽ കറക്റ്റായിട്ട് പറയണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് മെൻഷൻ വെദർ ഇറ്റ് ഈസ് ഫിക്സഡ് ഓർ ഫ്ലക്ച്വേറ്റിംഗ്. അത് ഞാൻ പിന്നെ പറയാം, എന്താണ് ഫിക്സഡും ഫ്ലക്ച്വേറ്റിംഗ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ക്യാപിറ്റലിന് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറയണം. പിന്നെ ഡ്രോയിങ്സ്, എത്ര എമൗണ്ട് ആണ് ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതെന്ന്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പം ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ദ പാർട്ട്നേഴ്സ് വിഡ്രോ, അത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മെൻഷൻ ചെയ്തിരിക്കണം. ദ മെയിൻ തിങ് ഈസ് ദാറ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ,
ഏത് റേഷ്യോയിലാണ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് content in the partnership deed. Next one is salary, whether any partner will be paid salary. ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് അവൻ ചെയ്യുന്ന വർക്കിന് സാലറി വേണമെങ്കിലോ, പാർട്ട്ണറിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ അതിൻ്റെ വർക്കേഴ്സിൻ്റെ കാര്യമല്ല. പാർട്ട്നേഴ്സിന് ആർക്കെങ്കിലും സാലറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആരാണെന്നും അവർക്ക് എത്ര വേണമെന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെയെന്ന് പറയുമ്പം ഗുഡ് വില്ല്, ദ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല്, ഒരു ഫേമിലെ ഗുഡ് വില്ല് എങ്ങനെയാണ്, ഏത് മെത്തേഡിലൂടെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്നുള്ളതും, പിന്നെ അക്കൗണ്ടിങ് പീരീഡ് ഓഫ് ദി ഫേം, എന്നാണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദി ഫേം, ഇത് നമ്മുടെ P&L-ഉം ബാലൻസ് ഷീറ്റും ഒക്കെ എന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്, അതാണ് അക്കൗണ്ടിങ് പീരീഡ് ഓഫ് ദി ഫേം മെൻഷൻ ചെയ്യണം. പിന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഏത് മെത്തേഡിലൂടെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്, ആരെയാണ് അതിന് ഏതൊരു ഇതായിട്ട് മീഡിയേറ്ററായിട്ട് നിർത്തേണ്ടത് എന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ഓഡിറ്റിങ്, ബാങ്ക് അക്കൗണ്ട്സ്, യൂസ് ഓഫ് ദി ഡിസിഷൻ ഓഫ് ഗാർണർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ റൂൾസ് ടു ബി ഫോളോഡ് വൈൽ സെറ്റിംഗ് ദ അക്കൗണ്ട് ഓഫ് എ റിട്ടയർമെൻറ്റ്, അക്കൗണ്ട്സ് ഓഫ് റിട്ടയർമെൻറ്റ്, അഡ്മിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം.